കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ അനീഷ, ശ്രീനിവാസൻ എന്ന വ്യക്തിയെ താങ്കളുടെ മനസ്സിലേക്കുള്ള ആദ്യത്തെ ഓർമ്മ എന്താണ്? ഓർമ്മ അദ്ദേഹത്തെ പറ്റി ഓർക്കാൻ ഒരുപാടുണ്ടല്ലോ. ഇപ്പൊ ഈ ഒരു കുറച്ച് നാളായിട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ സിനിമ സന്ദർഭം എന്ന് പറഞ്ഞൊരു സിനിമയിലെ സ്ഥിരം ഡയലോഗ് കുറെ നാളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്, സ്ഥിരം. അപ്പം അദ്ദേഹം ഇപ്പോഴും എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള തലമുറകൾക്കും വർഷങ്ങളായിട്ട് അദ്ദേഹം ചെയ്ത ഒരുപാട് കഥാപാത്രങ്ങളും ഒരുപാട് കഥാപാത്രങ്ങൾക്ക് വേണ്ടി എഴുതിയ ഓരോ ഡയലോഗ്സും ഇപ്പോഴും ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ അന്നേ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിന് വേണ്ടി അന്നേ ചെയ്തു വെച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു മഹാനായ നടനാണ്. അപ്പം അദ്ദേഹത്തെ പറ്റി പറയാനാണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല, അത്രയ്ക്ക് വാക്കുകൾ നമുക്ക് കിട്ടുകയില്ല. പക്ഷെ അദ്ദേഹത്തിന് ഈ അസുഖങ്ങളുണ്ടെന്നും അത് സീരിയസ് ആണെന്നും ഒക്കെ എല്ലാവർക്കും നമുക്കറിയാം. പക്ഷെ ചില ആൾക്കാരുടെ വേർപാടല് നമുക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ മനുഷ്യരെ നമ്മൾ ജനിച്ചാൽ നമുക്ക് മരണം ഉണ്ടാവും, നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകണം. എങ്കിലും ചിലവരുടെ വേർപാട് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതുപോലെ നവാസ്, കലാഭവൻ നവാസ് അത്രയ്ക്ക് ടച്ച് ചെയ്തൊരു വേർപാടായിരുന്നു. അത് കഴിഞ്ഞിപ്പോ ഇദ്ദേഹം ഇതെന്ന് വെച്ചാൽ സിനിമയിൽ ഒരു മേഖലകളിലും തൊടാതെ പോയൊരു മനുഷ്യനല്ലേ. എല്ലാ മേഖലകളിലും പാട്ട് ആണെങ്കിലും പാട്ടില് ഇതില്ലെങ്കിലും അതിലും, അതുപോലെ തന്നെ തിരക്കഥ, കഥ, അഭിനയം, ഒരു ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അത് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ആ മനുഷ്യനെ പറ്റി എന്താ പറയുക, ഒന്നും പറയാൻ പറ്റാത്ത വാക്കുകൾക്ക് അതീതമാണ് മനുഷ്യന്റെ ജീവിതം, സഹിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് അതുമായിട്ട് പൊരുത്തപ്പെടുന്ന ആ മനുഷ്യന്റെ കുടുംബത്തിനുണ്ടായ വേദനയെ നമ്മുടെ കുടുംബവും പങ്കുചേരുക എന്ന് മാത്രമല്ല, നമുക്ക് അതിലൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഒരുപാട് ഇപ്പം ഈയിടയ്ക്ക് ഇറങ്ങിയ ചാനലുകൾ കൂടുതലും അദ്ദേഹത്തിന്റെ പടങ്ങളായിരുന്നു. ഞാൻ ഇന്നലെ കൂടെ കണ്ടതാ അദ്ദേഹത്തിന്റെ ഒരു വാടകയ്ക്ക് കൊടുത്ത വീടുകൾ വാടകയ്ക്ക് കൊടുത്തിട്ട് ഇത് തലയണ മന്ത്രം ഒക്കെ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് ചാനൽസിൽ ഇട്ടു. അപ്പൊ ഇന്ന് മരണ വാർത്ത കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് അതിനെപ്പറ്റി ഓർക്കുകയും ചെയ്തു. എനിക്ക് പറയാൻ പറ്റുന്നില്ല, ഞാൻ ഒരുപാട് ദുഃഖമുണ്ട്, സഹിക്കാൻ പറ്റുന്നില്ല. നാടോടിക്കാറ്റ്, അക്കരെ അതില് അക്കരെ സിനിമയ്ക്കകത്ത് നാട്ടിൽ നിന്ന് അമേരിക്കയിലോട്ട് വരുന്നതിന് മുമ്പ് മോഹൻലാലിന് കൊടുത്ത അത് പിന്നീട് ലംഘിക്കപ്പെട്ട ആ ഒരു സിറ്റുവേഷനൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. അതിനുശേഷം അനുസരണ ഇല്ലാതെ പെരുമാറുന്ന അപ്പൊ ലാലിന്റെ റിയാക്ഷൻ, അതൊക്കെ നമുക്ക് ഒരിക്കലും മായാൻ പറ്റില്ല. കഥ പറയുമ്പോൾ സിനിമയിലെ ബാർബർ ബാലൻ, ഒന്നും ശരിയ. നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം, ഇതൊക്കെ ഭയങ്കരം സാധാരണക്കാരായ മനുഷ്യന് ചിന്താവിഷ്ടയായ ശ്യാമള, അത് തന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അദ്ദേഹം അഭിനയിച്ച പടങ്ങളിൽ. പിന്നെ ഒരിക്കലും ഒരു ആമാനുഷികമായിട്ടുള്ള ഒരു കഥാപാത്രം അദ്ദേഹം തിരഞ്ഞെടുത്തില്ല. പരിമിതികൾക്കുള്ളില് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ മാത്രം ജനങ്ങളിൽ എത്തിക്കുക, സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിലുള്ള ഡയലോഗ് കഥകളിൽ കൊണ്ടുവരിക, ഇതൊക്കെ ഭയങ്കര ഇനിയുള്ള ഒരു മനുഷ്യന് അത് പറ്റുകയില്ല. ഇനി ആർക്കും അങ്ങനെയുള്ള ഒരു സത്യഅന്തിക്കാട്, ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ ജനിച്ച പടങ്ങൾ പോലെ ഒരു പടങ്ങളും ഇനിയുള്ള തലമുറകൾക്ക് എത്ര വിചാരിച്ചാലും ഇനി ഒരു ശ്രീനിവാസൻ ഉണ്ടാകാം. മറ്റുള്ളവർക്ക് ചിലപ്പം പകരക്കാരായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നുമായിരിക്കാം, അയ്യോ ഇയാളെ പോണെ കാണല്ലോ, ഇന്ന നടനെ പോലെയാണല്ലോ ഇന്ന ആൾ അഭിനയിക്കുന്നത് എന്ന് ചെറിയൊരു സാമ്യമെങ്കിലും തോന്നും. പക്ഷെ ശ്രീനിവാസനെ പോലെ വേറൊരു ഒരാൾക്കും ഇനി പറ്റുകയില്ല. ആ ഒരു ഭാഗം അത് ഒരു ശൂന്യതയായിട്ട് തന്നെ നിൽക്കും. അത് സ്വന്തം മക്കൾക്ക് പോലും അത് കവർ ചെയ്ത് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് ടച്ചിങ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ അഭിനയിച്ചും തിരക്കഥ എഴുതിയും ജനങ്ങളിൽ എത്തിച്ചു തന്ന ഒരു മഹാ നടനാണ്. ഞാൻ പിന്നെ ഇപ്പം പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയുകയില്ല, ഞാനെങ്കിലും ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. മോഹൻലാല് മഹാനടനാ എല്ലാം കൊണ്ടും. പക്ഷെ ഞാൻ വിചാരിച്ചത് ഫാൽക്കെ അവാർഡ് എന്ന് പറഞ്ഞൊരു മഹാസംഭവം നമ്മുടെ ശ്രീനിവാസന് കിട്ടുമെന്ന് വരെ ഞാൻ വിചാരിച്ച ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ലാലിന് കിട്ടിയത് കുറച്ച് കാണുമല്ല, പക്ഷെ ഞാൻ വിചാരിച്ചു, കാരണം അദ്ദേഹം തൊടാത്ത ഒരു മേഖലയും ഇല്ല, സിനിമാ മേഖല. അപ്പൊ അദ്ദേഹത്തിന് കിട്ടുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. ഞാൻ ഈ പറഞ്ഞത് തെറ്റു കരുതുന്നു. ശക്തമാണ്. മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. രഘുനാഥനാണ് എറണാകുളത്ത് നിന്നും. ശ്രീ രഘുനാഥൻ, താങ്കളുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്ന ഒരു ശ്രീനിവാസൻ ചിത്രം അല്ലെങ്കിൽ സന്ദർഭം എന്താണ്? എൻ്റെ മനസ്സിൽ വരുന്ന ചിന്താവിഷ്ടയായ ശ്യാമള, പിന്നെ നാടോടിക്കാറ്റ്, പിന്നെ തേന്മാവിൻ കൊമ്പത്ത്, ഇങ്ങനെയുള്ള സിനിമയിലെ കഥാപാത്രങ്ങളൊക്കെ എന്നെ മനസ്സിൽ വളരെയധികം സ്വാധീനിച്ചെന്ന് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ്. അത് മാത്രമല്ല, ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഒരു നടൻ മാത്രമല്ല,
അദ്ദേഹം ഒരു സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ്. കാരണം അദ്ദേഹം ഈ വർത്തമാനകാലത്തെ സാമൂഹിക വിഷയങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ സിനിമയിൽ കൂടി ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ജനങ്ങളെ ചിന്തിക്കാനും എല്ലാം ഉള്ള അവസരം കൊടുക്കുന്ന ഒരു ഇതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സംഭാവന നമുക്ക് മലയാളികൾക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ശരി. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ കൃഷ്ണൻകുട്ടി, മലയാളത്തിൽ എല്ലാ തരത്തിലും അടയാളപ്പെടുത്തലുകൾ നടത്തി ഇന്ന് മടങ്ങിയ ശ്രീനിവാസനെ താങ്കൾ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്? ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾ പറഞ്ഞോളൂ. സാജനാണ് എറണാകുളത്ത് നിന്നും. ശ്രീ സാജൻ, പലരും പറയുന്നു ശ്രീനിവാസനെ പോലെ ഒരാൾ, അത് ശരിയാണ്, ഇങ്ങനെ എല്ലാ മേഖലയിലും കൈവെക്കുകയും അവിടെയെല്ലാം വിജയം കാണിച്ചു തരികയും തമാശകൾ കൊണ്ട് മനുഷ്യൻ്റെ മനസ്സിനെ ഇങ്ങനെ ആവർത്തിച്ച് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് വേർപെട്ടു പോയത്. എങ്ങനെ ഓർക്കുന്നു അദ്ദേഹത്തെ? ശ്രീനിവാസന്റെ തമാശ എന്ന് പറഞ്ഞാൽ അത് പാമരനായാലും കുട്ടേരനായാലും ഒരുപോലെ പൊട്ടിച്ചിരിക്കുന്ന തമാശകളാണ്. അതായത് സാധാരണക്കാരായാലും അല്പം VIP-കളായാലും അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ അത് പ്രവാളികളിൽ അവതരിപ്പിക്കും എന്നുള്ള ഒരു പ്രത്യേക നടനാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ എടുത്തു പറയേണ്ട ഒരു ചിത്രവും മുകുന്ദേട്ട സമിത്ര വിളിക്കുന്നു പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രമാണ്. അത് ശ്രീനിവാസൻ തന്നെയാണ് കഥ എഴുതിയത്. അതിലൊരു തട്ടിപ്പുകാരനായിട്ട് അതിനകത്ത് മുഴുനീളം വിശ്വൻ എന്ന കഥാപാത്രമായിട്ട് മോഹൻലാലിന് എപ്പോഴും പാര വെക്കുന്ന ഒരു കഥാപാത്രമായിട്ട്, എങ്കിലും അതിലൊരു വില്ലനായിട്ടെങ്കിലും അദ്ദേഹം വരുന്നുണ്ട്. എങ്കിലും ആളുകൾക്ക് അദ്ദേഹത്തിന്റെ ആ വിശ്വൻ എന്ന കഥാപാത്രം വളരെയേറെ സന്തോഷം തരുന്ന ഒരു ചിത്രമാണ്. അതുപോലെ തന്നെ സത്യനന്ദിക്കാട് ഒരുക്കിയ ഈ ഡിസംബർ മാസത്തില് സന്മനസ്സുള്ളവർക്ക് സമാധാനം, അതില് അദ്ദേഹം ഒരു പോലീസുകാരനായിട്ടാണ് മോഹൻലാലിന്റെ കൂട്ടുകാരൻ. അതില് അദ്ദേഹത്തിന് പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന മോഹൻലാലിന്റെ ഒരു വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ ഇപ്പൊ തന്നെ പോണം എന്നും പറഞ്ഞ് പെട്ടെന്ന് ജീപ്പിൽ കയറി ആ വീട്ടുകാരെ, അതായത് KP ലളിതയെ ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കുക, നിങ്ങളാണോ പോലീസ് പുല്ലാള് എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുന്ന രംഗമൊന്നും നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല. അത് ഈ എത്ര യുഗങ്ങൾ കഴിഞ്ഞാലും ശ്രീനിവാസന്റെ കഥാപാത്രങ്ങള് നമ്മൾ ഓർത്തോർത്ത് ചിരിച്ചു പോകും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഇതുപോലെ ഒരു നടൻ ഈ മലയാള മണ്ണില് ഉണ്ടാവുകയില്ല. അദ്ദേഹത്തിന്റെ എല്ലാ ചിത്രങ്ങളും ലോ ബഡ്ജറ്റാ, പക്ഷെ എല്ലാവർക്കും കുടുംബസമേതം പോയി കാണാൻ കൊള്ളാവുന്ന സിനിമകളാണ് എന്നുള്ള പ്രത്യേകതയും ഉണ്ട്. എന്ന ആളുകളെ കരയിപ്പിക്കാനും അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ എത്രയോ പടങ്ങൾ വന്നിട്ടുണ്ട്. പറയുകയാണെങ്കിൽ എല്ലാ പടങ്ങളും ഓരോന്നും മെച്ചപ്പെട്ട പടങ്ങളാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു.